ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കാം. പപ്പായ കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പപ്പായ കറിയുടേതായിരുന്നു. അപ്പോൾ അതുപോലെയല്ല, ചെറുപയറൊക്കെ ചേർത്തിട്ട് വേറൊരു രീതിയിൽ തയ്യാറാക്കുന്ന കറിയാണ്. അപ്പോൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂൺ അത്ര മാത്രം മതിയാവും. ചെറുപയർ കൂടുതൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ചെറുപയർ നേരത്തെ കുതിർത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പപ്പായും ചെറുപയറും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പായൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പപ്പായ വെന്ത് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 വെളുത്തുള്ളി, കൂടുതൽ വേണ്ട, 1-2 വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 3 കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ പപ്പായ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കുക്കറിൽ തന്നെ ചെയ്യാം. പക്ഷേ ഞാനിതിവിടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പപ്പായൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. പപ്പായ ഉടക്കാതെയും നമുക്ക് കറി തയ്യാറാക്കാം. പക്ഷേ ഉടച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടട്ടെ. തേങ്ങയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. അതിന് വേണ്ടിയിട്ട് കറി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പപ്പായ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണല്ലോ. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നേ കുറവായിരിക്കും. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാതെ ഇതുപോലെ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പപ്പായ കറി ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് വറുത്തിടേണ്ട കാര്യം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും പിന്നെ 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നേരത്തെ അരപ്പിലേക്ക് ചേർക്കുന്നില്ലെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് പച്ചമുളക് ചേർക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം അടച്ചു വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്